ഒപ്പം നിന്നവർക്ക് നന്ദി എന്നൊരു അടിക്കുറിപ്പോട് കൂടി ഇന്ന് നമുക്ക് തുടങ്ങാം. ഇത് പറഞ്ഞത് മറ്റാരുമല്ല, ഹർഷിനെയാണ്. ഈ ഹർഷിന ആരാന്ന് ചോദിച്ചാൽ ഇപ്പോൾ കേരളത്തിലൊരു ട്രെൻഡ് പേര് തന്നെയാണ് ഹർഷിന. ആഗ്രഹിച്ച ഒരു നല്ലൊരു മുഖ്യമന്ത്രിയാണ്, ഒരു ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. ഇത് എനിക്ക് ചെയ്തുകൊണ്ട് മാത്രമല്ല, പേഴ്സണലി അല്ല, ഞാൻ ആ ഒരു സന്ദർഭത്തിൽ മനസ്സിലാക്കി നമ്മൾക്ക് അത്രയും ആഗ്രഹിച്ച ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതെന്തായാലും തുടർന്ന് മുന്നോട്ട് അത്രയും നമുക്ക് ഉപകാരപ്പെടും എന്നുള്ളതിൽ മനുഷ്യർ ജനങ്ങളെ കൂടെ നിൽക്കുന്നത്. പിന്നെ ആരോഗ്യമന്ത്രി മുരളേട്ടൻ, അതായത് മുരളി സാറ്, നമ്മൾ അത്രയും നമുക്ക് അവഗണന, ആരോഗ്യമന്ത്രി എന്ന് പറയുമ്പോൾ നമ്മളെ മൈൻഡിലുള്ള ഒരു പിക്ചർ ഉണ്ടല്ലോ, ഇത്രയും കാലം കൊണ്ട് നമ്മളെ കൂടെ നിന്ന് കൂടെ ഉണ്ട് എന്ന് കുറേ കാലമല്ലോ പറയുന്നത്, നിങ്ങളോടൊക്കെ പറയുന്നു. അപ്പോൾ കൂടെ ഉണ്ട് എന്ന് പറയാതെ കൂടെ നിന്ന് ആരോഗ്യമന്ത്രി, അതായത് നമ്മളെ കൂടെ അത്രയും അത്രയും സന്തോഷത്തോടെ സ്നേഹത്തോടു കൂടിയാണ് നമ്മൾ നിന്നതും. ഒരു ജോലി നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലുമില്ല, അപ്പോഴാണ് ജോലി ഓർഡർ കയ്യിൽ അപ്പോൾ അടിച്ചു തന്നതാണ്. ഞാൻ എൻ്റെ കരിയർ, അതായത് ഇന്ന് രാവിലെ മുതൽ ഹർഷിന കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജോലിക്കാരിയെ പ്രവേശിച്ചിരിക്കുകയാണ്. ഇനി ഹർഷിനയുടെ രംഗപ്രവേശനം കൂടി നമുക്കൊന്ന് പറയാം. 2017 നവംബർ 30 കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഹർഷിന സിസേറിയന് വിധേയയാകുന്നത്. സിസേറിയൻ നടത്തി കഴിഞ്ഞപ്പോൾ, അതായത് ഒരു മെഡിക്കൽ ഉപകരണമായ ഫോർസെപ്സ്, എപ്പോഴും നമ്മളുടെ കഥയിലെ വില്ലൻ, അതായത് ആരോഗ്യ വകുപ്പിലെ വില്ലൻ ഈ ഫോർസെപ്സ് തന്നെയാട്ടോ. ഈ ഫോർസെപ്സ് എന്നൊരു ഉപകരണം, അതായത് കത്രിക പോലുള്ള ഉപകരണമാണ്, അത് ഹർഷിനയുടെ വയറ്റിൽ മറന്നു വെച്ചു. ഹർഷിന ഒരുപാട് നാള്, അതായത് 4 വർഷത്തോളം ഇതിന് വേദന സഹിച്ചു. അതായത് 2021 22 ഇടയ്ക്കാണ് ഹർഷിനയുടെ വയറ്റില്, അതായത് സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ ഫോർസെപ്സ് ഉണ്ട് എന്ന് കണ്ടെത്തിയതും അതിനുശേഷം അത് പുറത്തെടുത്തു. പിന്നീട് ഹർഷിനയുടെ നിയമ പോരാട്ടമായിരുന്നു. ഇതിലെല്ലാം നമ്മുടെ കേരളക്കര കണ്ടതാണ്. ഈ കേസിൽ 2 ഡോക്ടർമാരെയും 2 നേഴ്സുമാരെയും പ്രതികളാക്കി പോലീസ് കേസെടുക്കുകയും ചെയ്തു. പിന്നീട് സർക്കാർ പ്രോസിക്യൂഷന് അനുമതി നൽകുകയും ചെയ്തു. ഹർഷിന അന്ന് തനിക്ക് നഷ്ടപരിഹാരമായി ചോദിച്ചത് 1.9 കോടി രൂപയാണ്. എന്നാൽ ഇത് കൊടുക്കാനായിട്ട് അന്ന് അവർക്ക് തയ്യാറായിരുന്നില്ല. അതിന് പകരം സർക്കാർ 2 ലക്ഷം രൂപ നൽകാമെന്ന് പറഞ്ഞു. ഇത് മതിയാകില്ലെന്ന് ഹർഷിന പറയുകയും ചെയ്തു. ഇത് കഴിഞ്ഞ് ഒട്ടേറെ സംഭവങ്ങൾ കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് എതിരെ ഉണ്ടായിട്ടുണ്ട്. ഗൈഡ് വയർ തൈറോയിഡ് ശസ്ത്രക്രിയക്ക് വിധേയമായിട്ട് ഗൈഡ് വയർ തുന്നിച്ചേർത്ത് കൊടുത്ത സുമയെ ആരും മറക്കരുത്. 9 വയസ്സുകാരിയായ വിനോദിനി തന്റെ കൈ മുറിച്ച് മാറ്റേണ്ടി വന്നത് പാലക്കാട് ഹോസ്പിറ്റലിലാണ്. ചികിത്സ തേടിയത് ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ്. ഇതും ആരും മറക്കരുത്. കാരണം ആ കുട്ടിയുടെ അച്ഛനും അമ്മയും വളരെ കഷ്ടപ്പെട്ടാണ് ആ കുട്ടീനെ വളർത്തുന്നത്. ഇതെല്ലാം കേരള ജനത കണ്ടതാണ്. ഇനി ഏറ്റവും അടുത്ത് ഉഷ, തൊഴിലുറപ്പ് പദ്ധതി തൊഴിലുറപ്പ് പണിക്ക് പോയിരുന്ന ഉഷ ഒരു സർജറിക്ക് വിധേയയാകുന്നു. അതായത് 2021 മെയ് മാസം അവസാനത്തിലോ പകുതിയിലോ എങ്ങാണ്ടാണ് ഇത് വിധേയയാകുന്നത്. അത് വിധേയായ ശേഷവും ആ അമ്മയുടെ വയറ്റില് ഇതേപോലത്തെ ഫോർസെപ്സ് എന്നൊരു ഉപകരണം മറന്നു വെക്കുകയും ചെയ്തു. ആ വേദന അമ്മ സഹിച്ചത് എത്ര വർഷമാണെന്നോ. 2021 വേദന സഹിക്കാൻ തുടങ്ങിയത് 2026 വരെയും ആ അമ്മ ആ വേദന സഹിച്ച് നടക്കുകയായിരുന്നു. ഇതെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഒരാൾക്ക് മാത്രം ജോലി കൊടുത്താൽ എങ്ങനെയാ ശരിയാവുക സർക്കാരെ? അല്ല, ഈ ഹർഷിന ഇപ്പോൾ ഒരു വാക്ക് പറയുന്നുണ്ടേ, തനിക്ക് നീതി കിട്ടി, 4 വർഷത്തെ പോരാട്ടം വിജയം കണ്ടു. ആക്ച്വലി 4 വർഷത്തെ പോരാട്ടം വിജയം കണ്ടു എന്ന് പറയുമ്പോൾ ഈ 4 വർഷത്തെ ഹർഷിനയുടെ പോരാട്ടം സർക്കാർ ജോലിക്ക് വേണ്ടിയായിരുന്നോ, അതോ തന്റെ വയറ്റിനുള്ളിൽ കിടന്ന കത്രിക ആരാണോ വെച്ചത് അവർക്കെതിരെ ആയിരുന്നോ? നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് തനിക്കൊരു ദുരനുഭവം നേരിട്ടു, ആ ദുരനുഭവത്തെ പോലും ഒരു ജോലിയുടെ വാഗ്ദാനവുമായി ബന്ധപ്പെടുത്തി കോംപ്രമൈസ് ആക്കാനാണോ ഇത്രയും നാളും സമരമുഖം എന്ന നിലയ്ക്ക് കേരള ജനത ഒന്നാകെ ഹർഷിന പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്? ഹർഷിനയ്ക്ക് മാത്രം ജോലി കൊടുത്താൽ എങ്ങനെയാണ് ശരിയാവുക? കാരണം നമ്മുടെ മുന്നിൽ സുമയ്യുണ്ട്. കാരണം സുമയ്ക്ക് നേരാമണം ശ്വസിക്കാൻ കൂടി പറ്റുന്നില്ല. അത്രയ്ക്കും വേദനാജനകമായിട്ടാണ് സുമയ്യ ജീവിക്കുന്നത്. കാരണം അത് ആ ഗൈഡ് വയറിനെ എടുക്കാൻ പോലും പറ്റുകയില്ല എന്നാണ് അറിയുന്നത്. ഒന്ന് ആലോചിച്ചു, നമ്മുടെ ശരീരത്തിൽ മറ്റൊരു സാധനം ഇങ്ങനെ കയറി ഇരുന്നിട്ട് നമുക്കുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് കാരണം നമ്മുടെ നിത്യ ജീവിതത്തിൽ പോലും അത് വല്ലാത്തൊരു പ്രശ്നമാകുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതപ്പോൾ സുമയ്യ രണ്ടാമത്തെ ഒരു ഉദാഹരണമാണ്. 3 ഉഷാമയെ ആരും മറക്കണമെന്നും വേണ്ട. കാരണം കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഉഷാമയുടെ ആ വയറ്റിൽ കിടന്ന ഫോർസെപ്സ് പുറത്തെടുത്തത്. പക്ഷെ എന്ന് വെച്ചിട്ട് ഉഷാമ അനുഭവിച്ച വേദന അത് ഏറ്റവും വലിയ വേദന തന്നെയാണ്. ഇനി 9 വയസ്സുകാരിയുടെ കൈമുറിച്ചു മാറ്റിയ സംഭവം, ഇത് നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. എന്തായാലും ആ കുട്ടിക്ക് ജോലി കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ കുട്ടിയുടെ അച്ഛനോ അമ്മയ്ക്കോ ജോലി കൊടുക്കേണ്ടതാണ്. കാരണം ഇത്രയും അനുഭവിച്ച സ്ഥിതിക്ക് ഒരാൾക്ക് മാത്രം
ഈ ഇരകളിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ജോലി കൊടുക്കുന്നത് ശരിയായ നടപടിയാണോ? അതോ ഇത്രയും വലിയൊരു തുക നഷ്ടപരിഹാരമായിട്ട് ചോദിച്ചത് കൊണ്ട് മാത്രമാണോ നിങ്ങൾ എന്താ പറയാ ഒരു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ ജോലിക്കിടെ പ്രവേശിച്ചത്? കാരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെയാണ് വച്ചിട്ട് തന്നെയാണ് ഹർഷിനയുടെ വയറ്റിൽ ഫോർസെപ്സ് കുത്തി വെച്ച് കൊടുത്തതും മറന്നു വെച്ച് കൊടുത്തതും. അതിനൊരു പ്രതികാര നടപടിയായിട്ട് കേരള ജനത ഇതിനെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി. കാരണം അനുഭവിച്ച വേദന എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം അതിനേക്കാൾ കൂടുതൽ ആ സ്ത്രീ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് വെച്ചിട്ട് ഈ വേദന അനുഭവിച്ചവർക്കും എല്ലാവർക്കും ഒരു കോംപ്രമൈസ് എന്ന നിലയ്ക്ക് സർക്കാർ ജോലി കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എത്രയോ പേര് ആ ഒരു സർക്കാർ ജോലി സ്വപ്നം കണ്ട് പുറത്തു നിൽക്കുന്നുണ്ട്. അതിനും കൂടി ഉത്തരം പറയേണ്ടതാണ് സർക്കാരെ. കാരണം കെ മുരളീധരൻ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, അർഹിച്ച അംഗീകാരമാണെന്ന്. എന്താണ് അർഹിച്ചത്? അർഹിച്ച അംഗീകാരം എന്ന് പറയാനായിട്ട് ഇവിടെ മെഡലും ട്രോഫിയൊന്നും ആർക്കും കൊടുത്തതൊന്നുമല്ല. സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പാകപ്പഴിക്ക് പകരം ഒരു പ്രായച്ചിത്തം എന്ന നിലയ്ക്കാണ് ഒരു ജോലി വാഗ്ദാനം ചെയ്ത് ജോലി കൊടുത്തത്. ആ ജോലി കൊടുത്തതിൽ 4 വർഷത്തെ ഹർഷിനയുടെ സമരം വരെ ഹർഷിന മറന്നുപോയി എന്തിനാണെന്നുള്ളത് തന്നെ. ഇതാണോ നീതി കിട്ടിയെന്ന് പറയും? ഇതിനു വേണ്ടിയാണോ നീതി എന്ന് പറയുന്നത്? ഇതിനു വേണ്ടിയിട്ട് നീതി എന്ന വാക്ക് ഉപയോഗിക്കരുത്. കാരണം നീതിക്ക് പോലും നീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാണ്. അതുകൊണ്ട് ഇനിയുള്ള ഒരു സർക്കാർ ഒരു കാര്യം ഓഫർ അങ്ങ് ചെയ്തേക്കാം. കാരണം എന്തെങ്കിലും ഒരു സർക്കാർ ജോലി കിട്ടണമെങ്കിൽ ഒരു ഓപ്ഷൻ ആയിട്ട് ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് എന്തെങ്കിലും വൈയായികയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സർക്കാരിന്റെ ഹോസ്പിറ്റലിൽ നിന്ന് എന്തൊരു പിഴ വന്നിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരമായിട്ട് ജോലി അയക്കുന്ന സൈഡിൽ ഒരു ടൈറ്റിൽ കാർഡ് എഴുതി അങ്ങ് കൊടുക്കുക. കാരണം ഇതാണ് ഏറ്റവും വലിയ പരിഹാരം. ഇതല്ല പരിഹാരം. ഒരുപാട് അർഹതപ്പെട്ട ആളുകൾ പുറത്തു നിൽക്കുമ്പോൾ വെറും ഒരു പശ്ചാത്താപത്തിന്റെ പേരിൽ, ഒരു കരുണയുടെ പേരിൽ, ഒരു മധുര പ്രതികാരം എന്നൊക്കെ പറഞ്ഞ് വാഴ്ത്തി പാടാൻ വേണ്ടിയിട്ട് കെ മുരളീധരന് കൂടുതൽ പ്രശസ്തി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊന്നും വായ്ത്താളം പാടുന്നത് ശരിയൊന്നും അല്ല. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ജനത ഇതൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. ഹർഷിന ഈ ഒരു ജോലിക്ക് അർഹതപ്പെട്ടവളാണോ? അങ്ങനെ അർഹതപ്പെട്ടവളാണെങ്കിൽ ബാക്കിയുള്ള ഇതേപോലെ തന്നെ മെഡിക്കൽ കോളേജിൽ നിന്നും ഹോസ്പിറ്റലിൽ നിന്നും മോശമായ രീതിയിൽ ഒരുപാട് സാധനങ്ങൾ, എന്തായാലും അവിടെ അപര്യാപ്തത കൂടുതലായതുകൊണ്ടായിരിക്കുമല്ലോ എല്ലാ ശസ്ത്രക്രിയ വിധേയാക്കുന്നവർ എല്ലാവരും വയറ്റിനും തൊണ്ടയിലും ഒക്കെ ഓരോ സംഭവങ്ങൾ കുത്തി കയറ്റി കൊടുക്കുന്നത്. അങ്ങനത്തെ ഇരകൾക്കെല്ലാം ജോലി കൊടുത്ത്